ഹായ്, ഞാൻ രേഷ്മ. ന്യൂ ഇയർ ഒക്കെ ആയില്ലേ? അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു കലാപരിപാടി ഉണ്ടല്ലോ ന്യൂ ഇയർ ആകുമ്പോൾ. എന്തായിരിക്കും അത്? യെസ്, റെസൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞാനും എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ, റെസൊല്യൂഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു ലിസ്റ്റ് ഓഫ് റെസൊല്യൂഷൻസ് ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. പക്ഷേ അതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കൊടുക്കും. കാരണം എല്ലാം ഒന്നും എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല. പക്ഷെ അത് റെസൊല്യൂഷൻസ് ഇല്ലാത്തതിനേക്കാൾ ഭേദമാണ് ഈ പറഞ്ഞത് കേട്ടോ. കാരണം നമ്മൾ പൊതുവെ കേട്ടിട്ടില്ലേ, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നുള്ളത്. അതുപോലെയാണ് റെസൊല്യൂഷൻസിന്റെ അവസ്ഥയും. കാരണം നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഒരു പ്ലാൻ വേണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ ആ കാർഡ് അടിച്ച് വെടിവെക്കുന്ന പോലെ ആയിരിക്കും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാക്കുന്നതാണ് ഈ റെസൊല്യൂഷൻസ്. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ റെസൊല്യൂഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്ന ആൾക്കാരല്ലേ, കുറേ ടോക്സ് ഒക്കെ. അപ്പം അതിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് സ്വപ്നം കാണണം, ഡ്രീം ഹൈ, സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നൊക്കെ. അപ്പോൾ ഇത്തവണ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് അങ്ങ് സ്വപ്നം കാണാൻ തീരുമാനിച്ചു, കുന്നോളം സ്വപ്നം കാണാൻ. ഈ ഇവിടെ അടുത്തൊരു PSC ക്ലാസ്സിൽ ഞാനൊരു സെഷൻ എടുത്തായിരുന്നു. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെഷനായിരുന്നു. അപ്പോൾ PSC ക്ലാസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് മിക്സഡ് ഗ്രൂപ്പായിരിക്കും, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഞങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ചോദിച്ചു, കുന്നോളം സ്വപ്നം കണ്ടാലേ പിന്നെന്താ? അതന്നെ നിങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ അവരും പറഞ്ഞു കുന്നിക്കുരുവോളം നേടാൻ കഴിയുള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലും ആദ്യം അത് തന്നെയാണ് വന്നേട്ടോ. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നത് അതാ അല്ലേ, കുന്നോളം സ്വപ്നം കണ്ടാലേ കുന്നിക്കുരുവോളം നേടാൻ കഴിയുള്ളൂ എന്ന്. ഇതൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിലങ്ങ് ഇൻബിൽട്ട് ആയി കഴിഞ്ഞു. അത് അവിടെ നിന്ന് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഈ കുന്നോളം സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ പറയുന്ന ന്യൂ ടേം ഉണ്ടല്ലോ സ്മാർട്ട് വർക്ക്, അങ്ങനെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും അങ്ങനെ പലതരത്തിൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ട് നമുക്ക് ഈ കുന്നിക്കുരുവോളം നേട്ടിയാൽ മതിയോ? പോരാ, ശരിക്കും അത് പോരാല്ലേ. ഞാൻ ഈ അടുത്ത് എവിടെ ഒരു ടോക്കിൽ കേട്ടതാണ്, ആര് പറഞ്ഞതാണെന്ന് എനിക്കൊരു ഓർമ്മയില്ല, പക്ഷെ എനിക്കത് വളരെ വാലിഡ് ആയിട്ട് തോന്നി. അതായത് കുന്നോളം സ്വപ്നം കണ്ട് കുന്നോളം തന്നെ നേടണം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഡ്രീം ചെയ്ത് നമ്മൾ അതിനു വേണ്ടി മാക്സിമം നമ്മുടെ 100% നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം തന്നെ അറ്റൈൻ ചെയ്യാൻ നമുക്ക് പറ്റണ്ടേ? അപ്പം ഇതാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കുന്നോളം സ്വപ്നം കണ്ട് കുന്നിക്കുരുവോളം നേടാനല്ല, കുന്നോളം സ്വപ്നം കണ്ട് കുന്നോളം തന്നെ നേടാൻ. അപ്പോൾ നിങ്ങളും റെസൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കും കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയേക്ക്. എല്ലാവർക്കും വിസ്ഡം വിസ് ആർട്സിൻ്റെ വക ഹാപ്പി ആൻഡ് എ ബ്ലെസ്ഡ് ന്യൂ ഇയർ.